ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ആഘോഷം വിഷു. ഒരു കർഷകൻ തന്റെ ഒരു വർഷത്തെ അധ്വാനം കൊണ്ട് നേടിയെടുത്ത സമ്പത്തും കണ്ണനെയും കണി കണ്ടുണരുന്ന പ്രഭാതം. ഈ പ്രഭാതത്തിൽ CCVയോടൊപ്പം ചേരുന്നു നിരവധി വിശിഷ്ടാതിഥികൾ. ഏവർക്കും സമ്പൽ സമൃദ്ധിയുടെയും സ്നേഹത്തിന്റെയും നന്മയുടെയും വിഷു ആശംസകൾ നേർന്നുകൊണ്ട് CCVയുടെ സ്പെഷ്യൽ പ്രോഗ്രാം കൊന്നപ്പൂത്താലം ഇവിടെ ആരംഭിക്കുകയാണ്. CCVയുടെ വിഷു പ്രോഗ്രാമിൽ നിരവധി പേർ അതിഥികളായി എത്തിയിട്ടുണ്ട്. ആദ്യമായി കലാകാരനും എഴുത്തുകാരനും സംവിധായകനും നടനുമായ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ സർ നമുക്കൊപ്പം ചേരുന്നു. സർ, സ്വാഗതം. താങ്ക് യു സർ. വിഷുവിൻ്റെ ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട് അല്ലേ? അപ്പോൾ സാറ് ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് വിഷു ഐതിഹ്യങ്ങളൊന്ന് പങ്കുവയ്ക്കാൻ പറ്റുമോ? എല്ലാവർക്കും പ്രേക്ഷകർക്ക് എൻ്റെ വിഷു ആശംസകൾ. നേരത്തെ ധന്യ പറഞ്ഞ പോലെ എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ആഘോഷങ്ങളും എല്ലാം തന്നെ ഐതിഹ്യങ്ങളുടെയും പുരാണങ്ങളുടെയും അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു നിഗമനത്തിലൂടെയാണ് നമ്മൾ ആഘോഷിക്കപ്പെടുന്നത്. ഈ വിഷു എന്ന് പറയുന്നത് തന്നെ വലിയ സമ്പൽ സമൃദ്ധിയുടെ അതുപോലെ തന്നെ ഒരു വലിയ സംസ്കാരത്തിൻ്റെ അതുപോലെ തന്നെ കാർഷിക സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ആഘോഷമായിട്ടാണ് നമ്മൾ എല്ലാ വർഷവും കൊണ്ടാടുന്നത്. ഇത് വിഷു സംക്രമം എന്നാണ് പറയുന്നത്. രാവും പകലും തുല്യമായ ദിവസം എന്നുള്ള ഇതിനെ പ്രതിപാദിക്കുന്നുണ്ട്. ഇതിൽ രാവണൻ്റെ മേൽ രാമൻ വിജയം നേടിയ ഒരു ദിവസമായിട്ട് ഇതിനെ കണക്കാക്കിക്കൊണ്ട് നമ്മുടെ കേരളത്തിലും അതുപോലെ തന്നെ തൊട്ടടുത്ത സംസ്ഥാനങ്ങളിലും വിഷു സംക്രമം അല്ലെങ്കിൽ രാവും പകലും ഒന്നിച്ച് എന്നുള്ള ഒരു അർത്ഥം വരുന്ന രീതിയിൽ വിഷുവിനെ അങ്ങനെ ആഘോഷിക്കുന്നുണ്ട്. പല ഐതിഹ്യങ്ങളും ഇതിനെക്കുറിച്ച് നമ്മൾ ഇന്ന് കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയുന്നുണ്ട്. നരകാസുരനെ വധിച്ച ദിവസം ശ്രീകൃഷ്ണൻ വിജയം നേടിയൊരു ദിവസമായിട്ട് ഇതിനെ നമ്മൾ കണക്കാക്കി വിഷു ആഘോഷിക്കുന്നുണ്ട്. ഇതിനെല്ലാം ഉപരിയായിക്കൊണ്ട് നമ്മൾ ഇതിന് ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്നത് കണിക്കൊന്നയാണ്. കൊന്നമരം എങ്ങനെ ഉണ്ടായി എന്നുള്ള ഒരു ഐതിഹ്യം വളരെ രസകരമായിട്ട് നമുക്ക് ഇത് എപ്പോഴും നമ്മൾ ശ്രീകൃഷ്ണനെ കണി കണ്ടുടരുന്ന ഒരു കേരളം എന്നാണ്. നമുക്ക് കൃഷ്ണ ഭഗവാനുമായിട്ട് എപ്പോഴും ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഈ വിഷുവിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ കൃഷ്ണനെയാണ് നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ മനസ്സിൽ പ്രതിഷ്ഠിക്കുന്നതും. നമ്മുടെ ഇവിടെ വെച്ച പോലെ തന്നെ ശ്രീകൃഷ്ണ ഭഗവാനും അതുപോലെ തന്നെ കുറച്ച് കണിക്കൊന്നകളും ഒരു നാളികേരം അതുപോലെ തന്നെ വെള്ളരിക്ക തുടങ്ങിയ നമ്മുടെ കാർഷിക സമൃദ്ധിയുടെ ഭാഗമായിക്കൊണ്ട് കാർഷിക സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഫല വൃക്ഷാദികൾ നമ്മൾ വെച്ചുകൊണ്ട് അതിനെ കണി കൊണ്ട് വലിയ ഒരു നല്ല സങ്കല്പത്തോടു കൂടിയിട്ടാണ് നമ്മളൊരു പുതിയ വർഷത്തെ വരവേൽക്കുന്നത്. അപ്പോൾ ഈ കൊന്നമരം എങ്ങനെ ഉണ്ടായി എന്ന് കുട്ടികൾക്ക് അറിയില്ലല്ലോ. ഈ കൊന്നമരം ഉണ്ടാവാനുള്ളൊരു കാരണമുണ്ട്. നിങ്ങളുടെ പോലെ തന്നെ ചെറിയ കുട്ടി, ഒരു ബാലൻ, ഈ ബാലൻ വളരെ ആഗ്രഹത്തോടു കൂടിയിട്ട് എൻ്റെ കളിക്കൂട്ടുകാരനായിട്ട് ശ്രീകൃഷ്ണൻ വരണം എന്നൊരു ആഗ്രഹം അവൻ്റെ മനസ്സിലുണ്ടായി. അപ്പം ഞാൻ എന്നും തൊട്ടടുത്ത ഒരു അമ്പലത്തിൽ പോയിട്ട് കൃഷ്ണ ഭഗവാനോട് പ്രാർത്ഥിക്കും, എൻ്റെ കളിക്കൂട്ടുകാരനായിട്ട് എൻ്റെ കൂടെ ഒരു ദിവസം ഉണ്ടാവണം, എനിക്ക് വളരെയധികം ആഗ്രഹമുണ്ട്. എന്നും അവൻ കുറേ നേരം പോയി പ്രാർത്ഥിച്ച് ഒരു ദിവസം ശ്രീകൃഷ്ണ ഭഗവാന് മനസ്സലിഞ്ഞു. അങ്ങനെ ഒരു ദിവസം അവൻ്റെ അടുത്ത് കൃഷ്ണൻ ഒരു ചെറിയ കുട്ടിയായിട്ട് ഒരു ബാലനായിട്ട് അവൻ്റെ കൂടെ കളിക്കൂട്ടുകാരനായിട്ട് കൂടുകയാണ്. അവസാനം ഈ കൃഷ്ണൻ ചോദിച്ചു, ബാല, നിനക്ക് എന്താണ് വേണ്ടത്, ഞാൻ എന്ത് സമ്മാനമാണ് തരേണ്ടത് എന്ന് ശ്രീകൃഷ്ണൻ ചോദിക്കുകയാണ്. അപ്പോൾ പറയാണ്, എനിക്ക് എൻ്റെ കൂടെ ഒരു ദിവസം കൃഷ്ണ ഭഗവാൻ കളിക്കൂട്ടുകാരനായിട്ട് എൻ്റെ കൂടെ കൂടി, ഇതിലും കൂടുതലൊരു ഭാഗ്യം എനിക്കില്ല, എനിക്ക് ഒന്നും വേണ്ട എന്ന് പറഞ്ഞപ്പോൾ കൃഷ്ണ ഭഗവാൻ എന്ത് ചെയ്തു, തൻ്റെ അരമണി അഴിച്ച് ഈ കുട്ടിക്ക് കൊടുക്കുകയാണ്. ഈ കുട്ടി വളരെ സന്തോഷവാനായി. എനിക്ക് കൃഷ്ണ ഭഗവാന്റെ ആ അരഞ്ഞാണം എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞ് വീട്ടിൽ അമ്മയോട് പറഞ്ഞു. അപ്പോഴാണ് തൊട്ട് അടുത്ത ഒരു അമ്പലത്തിൽ ഭഗവാന്റെ വിഗ്രഹത്തിൻ്റെ അരമണി കാണാനില്ല എന്നുള്ളൊരു വിവാദം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കുട്ടിയുടെ കയ്യിൽ അരമണിയുണ്ട്. അപ്പോൾ ഈ കുട്ടിയെ ആ നാട്ടുകാരെല്ലാവരും കൂടി കള്ളനായിട്ട് മുദ്രകുത്തുകയാണ്. അപ്പോൾ ഈ കുട്ടി പറയുന്ന സത്യം, എനിക്ക് കൃഷ്ണ ഭഗവാൻ നേരിട്ട് തന്നതാണ് എന്നുള്ള സത്യം ആരും വിശ്വസിക്കാതെ വരികയാണ്, സ്വന്തം അമ്മ പോലും. അങ്ങനെ അമ്മ വളരെ വിഷമത്തോടു കൂടി ഈ കുട്ടിയെ ഒരു മോഷ്ടാവായിട്ട് ഈ നാട്ടുകാരുടെ മുന്നിൽ ചിത്രീകരിച്ചപ്പോൾ ഒരു കൊന്നമരത്തിൻ്റെ താഴെ പോയി കെട്ടിയിട്ട് ഈ അരഞ്ഞാണം വലിച്ചു ഊരിയിട്ട് ഈ കൊന്നമരത്തിൻ്റെ മുകളിലേക്ക് ഇടുകയാണ്. അപ്പോഴാണ് അമ്മയും ഭക്തജനങ്ങളും എല്ലാവരും കൂടി നിറക്കണ്ണുകളോടെ കാണുകയാണ് ആ കൊന്നമരം മുഴുവൻ ഈ സ്വർണ്ണ നിറത്തോട് കൂടിയിട്ട് പൂത്തുലഞ്ഞ്. അങ്ങനെയാണ് ഈ കൊന്നമരത്തിനെ സംബന്ധിച്ച ഒരു ഐതിഹ്യം പറയുന്നത്. എന്തായാലും തന്നെ നമുക്ക് ഐതിഹ്യങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം തന്നെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. നമുക്ക് CCV അവതരിപ്പിക്കുന്ന കൊന്നപ്പൂത്താലം എന്ന ഈ പരിപാടിയിലേക്ക് നമ്മോടൊപ്പം
ഒരുപാട് അതിഥികൾ എത്തിയിട്ടുണ്ട്. കൊന്നപ്പൂത്താലം പരിപാടി നമുക്ക് കളികളും ചിരികളും പാട്ടും ഒക്കെ ആയിട്ട് ആഘോഷിക്കാം. അപ്പോൾ സാർ വിശിഷ്ട അതിഥികളെ പരിചയപ്പെടുത്തി തരും. നമ്മുടെ വിശിഷ്ട അതിഥിയായിട്ട് നമ്മുടെ ഇവിടെ എത്തിയിട്ടുള്ള പ്രശസ്ത നർത്തകിയും ഓട്ടംതുള്ളൽ കലാകാരിയുമായിട്ടുള്ള ജയശ്രീ മനോഹർ ആണ്. പ്രസിദ്ധ ഓട്ടംതുള്ളൽ കലാകാരൻ പരമേശ്വരൻ സാറിൻ്റെ മകളാണ്. നമ്മോടൊപ്പം 2-3 തവണ അതിഥിയായിട്ട് നമ്മുടെ എത്തിയിട്ടുണ്ട് ഒരു ഓണപ്പരിപാടിക്കൊക്കെ. എന്തായാലും സ്വാഗതം ടീച്ചർ. അടുത്തതായിട്ട് നമ്മുടെ ഒപ്പം എത്തിയിട്ടുള്ള പ്രശസ്ത ഇൻഷുറൻസ് അഡ്വൈസറും കലാകാരനുമായിട്ടുള്ള ജി മുരളീധരൻ സാറാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് നല്ലൊരു കലാകാരനാണ്, നല്ലൊരു ഗായകനാണ്. അദ്ദേഹത്തിൻ്റെ പത്നി ശ്രീദീപ മുരളീധരൻ ഇവിടെ എത്തിയിട്ടുണ്ട്. സ്വാഗതം, വിഷു ആശംസകൾ. പിന്നെ നമ്മോടൊപ്പം നമ്മുടെ കൊച്ചു കലാകാരി ആയിട്ട് എത്തിയിട്ടുള്ള ദർശന സുധി, നല്ലൊരു കലാകാരിയാണ്, നല്ലൊരു പാട്ടുകാരിയാണ്. അതുപോലെ തന്നെ മത്സര രംഗത്തും അതുപോലെ തന്നെ യുവജനോത്സവ വേദിയിലും ഏറ്റവും തിളങ്ങുന്ന ഒരു താരം കൂടിയാണ്. ഇവരെല്ലാവരും കൂടിയിട്ട് ഞങ്ങളുടെ സാരസ്വതം എന്ന ഒരു സംഗീത ട്രൂപ്പിൻ്റെ ആൾക്കാരാണ് ഇവരെല്ലാവരും തന്നെ. ഇവരെല്ലാവരും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യണം, നമ്മുടെ വിഷു പ്രോഗ്രാമിലേക്ക്. എല്ലാവർക്കും പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടെ ഒരു വിഷു ആശംസകൾ. നമുക്കൊപ്പം 2 കുട്ടികളും കൂടി ചേരുന്നുണ്ട് വിഷു പ്രോഗ്രാമിനായിട്ട്. അവരുടെ പേര് ചോദിക്കാം. അതിത്രി, ഗായത്രി, ടിൻ ബേബീസ്. എങ്ങനെയാണ് വിഷു ആഘോഷമൊക്കെ വീട്ടിൽ? ഒന്ന് പറയോ വിഷുവിനെ കുറിച്ചിട്ട്? പടക്കൊക്കെ പൊട്ടിക്കാറുണ്ടോ? കണി കാണാൻ എപ്പോഴാ? രാവിലെ ഒരു 5 മണി 4 മണിയാകുമ്പോൾ. പടക്കൊക്കെ എങ്ങനെയാ പൊട്ടിക്കാറ്? രാത്രി പൊട്ടിക്കും. രാത്രി പൊട്ടിക്കും. പേടിയുണ്ടോ പടക്കം പൊട്ടിക്കാൻ? ഇല്ല. കണ്ണനെ കണി കണ്ടിട്ട് വിഷു കൈനീട്ടൊക്കെ വാങ്ങും. ആരൊക്കെ തരും വിഷു കൈനീട്ടം? അമ്മ തരും, അച്ഛൻ തരും, അച്ഛമ്മ തരും, എല്ലാവരും തരും. മോളുടെ എങ്ങനെയായിരുന്നു ആഘോഷങ്ങൾ? ഭയങ്കര സന്തോഷമാണ് വിഷു. ആഘോഷങ്ങളൊക്കെ ഭയങ്കര സന്തോഷമാണല്ലേ? എല്ലാവരും വരും വീട്ടിലേക്ക്. എങ്ങനെയാണ് രാത്രി കണിയൊക്കെ ഒരുക്കും? അമ്മയുടെ കൂടെ കൂടാറുണ്ടോ കണിയൊക്കെ ഒരുക്കാനായിട്ട്? ഇല്ല, അമ്മ ഒറ്റയ്ക്ക് ഒരുക്കുക. കണ്ണൊക്കെ പൊത്തി കണി കാണിക്കാൻ കൊണ്ടുപോകും അല്ലേ? പിന്നെ അതുപോലെ കൊന്നപ്പൂവൊക്കെ നിങ്ങളാണോ പൊട്ടിക്കാറ് പോയിട്ട്? പടക്കൊക്കെ ഞങ്ങൾ ഒറ്റയ്ക്കാണ് പൊട്ടിക്കാറ്. ഭയങ്കര സന്തോഷം വിഷു എന്ന് പറഞ്ഞാൽ. വിഷു കൈനീട്ടം കൊണ്ട് എന്താ ചെയ്യാറ്? ഞങ്ങൾ സൂക്ഷിച്ചു വെക്കും. അതെ, അമ്മയ്ക്ക് അച്ഛനൊക്കെ കൊടുക്കും തിരിച്ച്. ഓരോ ആഘോഷങ്ങളും ഓരോ അനുഭവങ്ങളാണ്. പടക്കം പൊട്ടിച്ചും കോടി വസ്ത്രങ്ങൾ അണിഞ്ഞും കണ്ണനെ കണി കണ്ടുണർന്നുമെല്ലാം വിഷു ആഘോഷിക്കുന്ന മലയാളികൾക്ക് ഏവർക്കും ഓരോരോ ഓർമ്മകളുണ്ടാകും. സാറിൻ്റെ ബാല്യകാല ഓർമ്മകൾ വിഷുവിനെ കുറിച്ച് പങ്കുവയ്ക്കും. വിഷു എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ കുട്ടിക്കാലത്തേക്കൊക്കെയാണ് പോകുന്നത്. കാരണം പുലർച്ചെയാകുമ്പോഴേക്ക് അമ്മ വിഷുക്കണി വെച്ചിട്ട് ഞങ്ങളെ നേരത്തെ എഴുന്നേൽപ്പിച്ചിട്ട് കണ്ണിങ്ങനെ പൊത്തി കൊണ്ടുവന്നിട്ട് വിഷുക്കണി കാണിച്ചു തരും. കൃഷ്ണൻ്റെ വിഗ്രഹവും കുറേ പൈസകളൊക്കെ ആയിട്ട്. അപ്പോൾ നല്ലൊരു ഉന്മേഷത്തിന് അപ്പോഴേക്ക് എൻ്റെ ജ്യേഷ്ഠനും ചേച്ചിമാരൊക്കെ വന്നിട്ട് അവർ കമ്പിത്തിരികളും പൂത്തിരികളും പടക്കങ്ങളൊക്കെ പൊട്ടിക്കുകയും നല്ലൊരു ഉത്സവം തന്നെയാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഈ തിന്മയ്ക്ക് മേൽ നന്മയുടെ വിജയം. ഇപ്പം രാവണവധം ശ്രീരാമനിൽ കഴിഞ്ഞിട്ടുള്ള ജനങ്ങളുടെ സന്തോഷമാണ് ഈ വിഷു എന്നുള്ളൊരു കൺസെപ്റ്റാണ്. തലേ ദിവസമൊക്കെ ആളുകൾ ഈ ചപ്പലൊക്കെ അടിച്ചു വാരി കൂട്ടിയിട്ട് കത്തിക്കും. അത് ലങ്കാദഹനമായിട്ടാണ് ഇത്ര അതിൻ്റെ പ്രതീകമായിട്ട് കാണുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഇന്നത്തെ കാലത്ത് തിന്മയെ അതിജീവിക്കാൻ നമ്മൾ പ്രാപ്തരാവേണ്ട കാലഘട്ടം കഴിഞ്ഞിരിക്കുന്നു. അത് നന്നായിട്ട് ഓർമ്മപ്പെടുത്തുന്ന നല്ലൊരു സന്ദേശമാണ് വിഷു. താങ്ക് യു. നമ്മൾ കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ കൈനീട്ടത്തിന് ഒരുപാട് പ്രാധാന്യം, നമ്മളത് കാത്തിരിക്കുന്ന ഒരു ദിവസമാണ് അല്ലേ? ടീച്ചറുടെ ഓർമ്മകൾ ഒന്ന് പങ്കുവയ്ക്കും. തീർച്ചയായിട്ടും കൈനീട്ടം എനിക്ക് വളരെ ഒരുപാട് നല്ല ഓർമ്മകളുണ്ട്. എനിക്ക് അച്ഛനും അച്ഛമ്മയും ആണ് എനിക്ക് കൈനീട്ടം തന്നിട്ടുണ്ടായിരുന്നത്. അപ്പം അത് വളരെ സന്തോഷത്തോടു കൂടി മേടിച്ച് വെച്ചിട്ട് പിന്നെ ഞാൻ എപ്പോഴും എൻ്റെ കൂട്ടുകാരികളുണ്ടായിരുന്നു, അവരുടെ അച്ഛന്മാർ വരും കാലത്ത് വീട്ടിലേക്ക്. അപ്പം ഞാൻ ഇവരെ കൈനീട്ടം മേടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എപ്പോഴും വീടിൻ്റെ മുന്നിലേക്ക് നോക്കിയിരിക്കും ഇവരെന്താ വരാത്തതെന്ന്. അപ്പോൾ അന്നൊക്കെ 5 രൂപ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു ഇതായിരുന്നു. അപ്പോൾ എപ്പോഴും എനിക്ക് 5 രൂപ തരും. എൻ്റെ ഫ്രണ്ടിൻ്റെ അച്ഛൻ വന്നിട്ട് 5 രൂപ തരും. അപ്പോൾ അതെനിക്ക് ഇപ്പോഴും വളരെ നല്ലൊരു മധുരമായിട്ടുള്ളൊരു ഓർമ്മയായിട്ട് ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട്. മോളുടെ വിഷു ആഘോഷങ്ങളൊക്കെ എങ്ങനെയാണ്? പടക്കം പൊട്ടിച്ചും കമ്പിത്തിരി കത്തിച്ചും പൂത്തിരി കത്തിച്ചൊക്കെ ആയിരുന്നോ? പടക്കം പേടിയാണോ? പടക്കം ചെറുതായിട്ട് പേടിയുണ്ട്, എന്നാൽ ഇഷ്ടമാണ്. എങ്ങനെയാണ് ഓർമ്മകളൊന്ന് പങ്കുവയ്ക്കോ? വിഷുവിൻ്റെ 2-3 ദിവസം മുന്നേ തന്നെ വീട്ടിൽ പടക്കങ്ങളും കാര്യങ്ങളൊക്കെ മേടിക്കും. വിഷു നാളിൻ്റെ അന്ന് രാവിലെ
ഒരു പുലർച്ചെ 5 മണി 4 മണി ആ ടൈമിൽ അച്ഛനും അമ്മയും വന്നിട്ട് കണ്ണ് പൊത്തി ആദ്യം കണ്ണനെയാണ് കാണിച്ചു തരിക, വിഷുക്കണി വെച്ചതാണ് കാണിച്ചു തരിക. ശേഷം കമ്പിത്തിരിയും പൊത്തിരിയൊക്കെ എടുത്ത് അതൊക്കെ ആഘോഷിച്ച് കത്തിക്കൊക്കെ ചെയ്തിട്ട് അങ്ങനെയാണ് കണി വെച്ചുകൊണ്ട് അവിടെ നിന്നാണ് കൈനീട്ടൊക്കെ തരിക. കണി ആരോ ഒരുക്കാറ്, അമ്മയാണോ? അമ്മ അച്ഛനും കൂടിയിട്ട്. അതെ അല്ലേ. ടീച്ചറുടെ ഒരു അനുഭവം വിഷുവിനെ കുറിച്ചിട്ട്? ശരിക്കും ആദ്യമായിട്ട് എല്ലാ പ്രേക്ഷകർക്കും വിഷു ആശംസകൾ. വിഷു എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് കുട്ടിക്കാലം തന്നെയാണല്ലോ ഓർമ്മ വരിക. അപ്പോൾ അതുപോലെ ചെറുപ്പത്തിൽ അച്ഛനും അമ്മയും ഇതുപോലെ തലേ ദിവസം തന്നെ എല്ലാതും ഒരുക്കി വയ്ക്കും. വിഷു അട അങ്ങനെയൊക്കെ ഉണ്ടാക്കി വയ്ക്കും, കണ്ണന് നേദിക്കാനുള്ളത്. എന്നിട്ട് രാവിലെ നേരത്തെ എണീപ്പിച്ച് കണ്ണൊക്കെ പൊത്തി കൊണ്ടുവന്ന് വിഷു കണി കാണിച്ചു തരും. ഒരുപാട് കൈനീട്ടം എല്ലാവരും തരും. പിന്നെ ചേട്ടന്മാർ 2 ചേട്ടന്മാരുണ്ട്, അവർ പടക്കത്തിൻ്റെ ആൾക്കാരാണ്. അപ്പോൾ നിറയെ മേടിച്ച് വയ്ക്കും, ഒരാഴ്ച മുമ്പ് തന്നെ മേടിച്ച് വയ്ക്കും. പിന്നെ എല്ലാവരും കൂടി പൊട്ടിക്കും. ഇപ്പോൾ അതുപോലെ മക്കൾക്കും അതുപോലെ അതൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ ഒട്ടും ചോർന്നു പോയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ മുമ്പുണ്ടായിരുന്ന അതേപോലെ കൂടുതലല്ലാതെ കുറഞ്ഞിട്ടില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ എല്ലാം നമ്മുടെ ഒരു സമ്പൽ സമൃദ്ധമായ ഒരു വർഷം കണി കണ്ടു ഉണരുന്നതാണല്ലോ വിഷു. അപ്പോൾ എല്ലാവിധ ആശംസകളും എല്ലാവർക്കും, വിഷു ആശംസകൾ. താങ്ക് യു. സാർ, നമ്മളെ ഒരു കാരണവന്മാരുടെയൊക്കെ ഒരു അനുഗ്രഹം മേടിക്കുന്ന ദിവസം, അതായത് ഒരു വർഷത്തെ നമ്മുടെ സമ്പത്ത് കണി കണ്ടു ഉണർന്ന് ഒരു വർഷത്തേക്കുള്ള ഐശ്വര്യം പ്രദാനം ചെയ്യുന്ന ഒരു ദിവസം. സാറിൻ്റെ ഓർമ്മകൾ എങ്ങനെയായിരുന്നു വിഷുവിൻ്റെ? എൻ്റെ ബാല്യകാല ഓർമ്മകൾ എനിക്ക് ഏറ്റവും മനോഹരമായിട്ടുള്ളതായിരുന്നു. പ്രത്യേകിച്ച് ഞാൻ ജനിച്ചിട്ടുള്ളത് വള്ളുവനാടിൻ്റെ കേരളത്തിലെ വള്ളുവനാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ ആയിട്ടുള്ള ശ്രീകൃഷ്ണപുരത്തായിരുന്നു. അപ്പോൾ അവിടെ ഏറ്റവും ഈ കേരള തനിമയോട് കൂടിയിട്ട് ആചാരങ്ങൾ അന്വേഷിച്ച് വന്നിരുന്ന ഒരു കാലഘട്ടത്തിലാണ് എൻ്റെ ജനനം, എൻ്റെ ബാല്യകാലം. അപ്പോൾ അത് എനിക്ക് ഓർമ്മയുണ്ടത് അന്ന് പുള്ളുവന്മാർ പൊലിക ദൈവമേ, പൊലിക ദൈവമേ എന്ന് പറഞ്ഞ് പുള്ളുവൻ പാട്ട് പാടുന്ന ആ ഒരു ഈരടികൾ എനിക്ക് ഇന്ന് എൻ്റെ ഓർമ്മയിലുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും ആചാരങ്ങൾ, കാരണം അന്ന് ട്രാക്ടർ ഇതൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ കാള, അതുപോലെ തന്നെ പോത്തുകൾ ഇവരെ വെച്ചുകൊണ്ടാണ് നിലം ഉഴുതിരുന്നത്. അപ്പോൾ ഇതിൽ പല ആചാരങ്ങളുടെ ഭാഗമായിക്കൊണ്ട് ചില കർമ്മങ്ങൾ എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. കാളയുടെ ദേഹത്ത് ഈ കണിക്കൊന്ന മുഴുവൻ കെട്ടിയിട്ട് അതിനെ അന്ന് പൂജിക്കുന്ന, അതിനെ ആരാധിക്കുന്ന ഒരു ദിവസമായിട്ട്. അതുപോലെ തന്നെ ചാലിടൽ കർമ്മം, അതായത് ഈ തോട്ടങ്ങളിലൊക്കെ വെള്ളം ഒഴുകിപ്പോകുന്നതിന് ചാലിടൽ കർമ്മം എന്ന് പറഞ്ഞിട്ട് പ്രധാനമായിട്ട് അതിൽ കർഷകർ ആരെങ്കിലും വന്നിട്ട് ചാലിടുന്ന ഒരു കർമ്മം വളരെ മനോഹരമായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അതുപോലെ തന്നെ കലപ്പയുടെ മുകളിൽ ഇതുപോലെ കുറേ കൊന്നപ്പൂക്കളൊക്കെ വെച്ച് അതിനെ പൂജിക്കുന്ന ഒരു ആചാരം എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ ഈ സംസ്കൃതിയുടെ ഭാഗമായിക്കൊണ്ട് ഒരു നല്ലൊരു ആചാരങ്ങൾ. ഇപ്പം നേരത്തെ ഈ കുട്ടികളൊക്കെ പറഞ്ഞ പോലെ തന്നെ വിഷു കൈനീട്ടം, ഇതെല്ലാം മനോഹരമാണ്. നമുക്ക് അന്ന് മുത്തച്ഛനും മുത്തശ്ശിയും അതുപോലെ തന്നെ അച്ഛനും അമ്മയും എല്ലാം ഇത് വളരെ ഭംഗിയായിട്ട് നമ്മൾ രാവിലെ കണി കൊണ്ട് ഉണരുന്നതിന് വേണ്ടി കണ്ണ് കെട്ടി നമ്മുടെ മുന്നിലേക്ക് കണ്ണ് പൊത്തിയിട്ട് നമ്മുടെ ഈ കണി വെച്ച ഈ കൃഷ്ണനെ കാണുന്ന ആ ഒരു മനോഹരമായ കാഴ്ച ഇന്നും ഞാൻ മനോഹരമായിട്ട് എൻ്റെ മനസ്സിൽ ഇന്നും മറക്കാത്ത അനുഭവങ്ങളായിട്ട് ഈ വിഷുവിനെക്കുറിച്ച് ഒരുപാടുണ്ട്. എന്തായാലും വിഷുവിൻ്റെ അനുഭവങ്ങളെല്ലാം നമ്മൾ പങ്കുവച്ചു. വിഷു എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കണി കണ്ടു ഉണരുന്ന ഒരു വലിയ നന്മയാണ് നമ്മുടെ മനസ്സിൽ. അപ്പോൾ നമുക്കൊരു ശ്രീകൃഷ്ണ ഭക്തിഗാനത്തോടു കൂടിയിട്ട് നമുക്ക് ഈ ഒരു പരിപാടി ആരംഭിക്കാം. കണ്ണനു നേദിക്കാൻ കദളിപ്പഴം, കണ്ഠത്തിലണിയുവാൻ തുളസിഹാരം. കണ്ണനു നേദിക്കാൻ കദളിപ്പഴം, കണ്ഠത്തിലണിയുവാൻ തുളസിഹാരം. തൃക്കൈയിൽ കരുതുവാൻ നറുവെണ്ണയും നൽകുവാൻ ഒരു ദിനം വരികിലെത്താ ഗുരുവായൂരമ്പല നടയിലെത്താ.
കണ്ണനു നേദിക്കാൻ കദളിപ്പഴം, കണ്ഠത്തിലണിയുവാൻ തുളസിഹാരം. ഓടക്കുഴൽ ഞാൻ നടയിൽ വയ്ക്കാം, ചേലഞ്ചും മയിൽ പീലിയും കരുതാ. ഓടക്കുഴൽ ഞാൻ നടയിൽ വയ്ക്കാം, ചേലഞ്ചും മയിൽ പീലിയും കരുതാ. വർണ്ണ പീതാംബരമണിക്കാൻ സ്വർണ്ണ തളയും ഞാനന്നു നൽകാം. വർണ്ണ പീതാംബരമണിക്കാൻ സ്വർണ്ണ തളയും ഞാനന്നു നൽകാം. തിരുമയിൽ കളഭം ഞാൻ ചാത്തിടാം. കണ്ണനു നേദിക്കാൻ കദളിപ്പഴം, കണ്ഠത്തിലണിയുവാൻ തുളസിഹാരം. തൃക്കൈയിൽ കരുതുവാൻ നറുവെണ്ണയും, നൽകുവാനൊരു ദിനം വരികിലെത്താ. ഗുരുവായൂരമ്പല നടയിലെത്താ. വന്നെന്നെ സ്വീകരിക്കാൻ നീ തിരുനടയിൽ കാത്തു നിന്നിടുമോ? ഓടി വന്നെന്നെ സ്വീകരിക്കാൻ നീ തിരുനടയിൽ കാത്തു നിന്നിടുമോ? പരിഭവമൊക്കെ ഞാനോതിടുമ്പോൾ മടിയിലിരുന്നതു കേട്ടിടാമോ? പരിഭവമൊക്കെ ഞാനോതിടുമ്പോൾ മടിയിലിരുന്നതു കേട്ടിടാമോ? മടിയാതെ എന്നഴൽ തീർത്തിടുമോ? കണ്ണനു നേദിക്കാൻ കദളിപ്പഴം, കണ്ഠത്തിലണിയുവാൻ തുളസിഹാരം. കണ്ണനു നേദിക്കാൻ കദളിപ്പഴം, കണ്ഠത്തിലണിയുവാൻ തുളസിഹാരം. തൃക്കൈയിൽ കരുതുവാൻ നറുവെണ്ണയും, നൽകുവാനൊരു ദിനം വരികിലെത്താൻ. ഗുരുവായൂരമ്പല നടയിലെത്താൻ. കണ്ണനു നേദിക്കാൻ കദളിപ്പഴം, കണ്ഠത്തിലണിയുവാൻ തുളസിഹാരം. കൃഷ്ണന്റെ ഓടക്കുഴൽ വിളി നാദം പോലെ മധുരമായ ഗാനം നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത് ഡോക്ടർ ഉണ്ണികൃഷ്ണൻ സർ. നമ്മുടെ വിഷു ആഘോഷങ്ങൾ അവസാനിക്കുന്നില്ല. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരിച്ചു വരാം. Explore and enjoy every moment of your life with our tourist destination Nila Boat Club.
നിളയുടെ തീരങ്ങളെ തഴുകി ചെറുതുരുത്തി നിള ബോട്ട് ക്ലബിൽ ആസ്വദിക്കാം സായാഹ്നവേളകൾ. റിവർ സഫാരിക്കായി രാവിലെ 8 മുതൽ വൈകിട്ട് 7 മണി വരെ കയാക്കിംഗ്, ബോട്ടിംഗ്, വഞ്ചി സഫാരി, സ്വാൻ പെഡൽ സർവീസുകൾ. രുചി വൈവിധ്യങ്ങളുമായി വെജ്, നോൺ വെജ് ഭക്ഷണത്തോടൊപ്പം ജ്യൂസ്, സ്നാക്സ്, കൂൾ ഡ്രിങ്ക്സ് തുടങ്ങിയ ഭക്ഷണ വിഭവങ്ങളുമായി വിപുലമായ ഫാമിലി റെസ്റ്റോറന്റ് സൗകര്യം. വിനോദത്തിനായി കിഡ്സ് പാർക്ക്, പ്ലേ ഗ്രൗണ്ട്, ഹോഴ്സ് റൈഡിംഗ്, വാട്ടർ പൂൾ, ബാഡ്മിന്റൺ കോർട്ട്, ഗസീബോ, ഓപ്പൺ ഇവന്റ്സ്, വാക്ക് വേ, ഓപ്പൺ ഏരിയ ഫംഗ്ഷനുകൾക്കുള്ള സൗകര്യവും ഒരുക്കിക്കൊണ്ട് ചെറുതുരുത്തിയിൽ വള്ളത്തോളിന്റെ മണ്ണിൽ പഴയ കലാമണ്ഡലത്തിന് സമീപം നിള ബോട്ട് ക്ലബ്. ഫോൺ 9866493434 9676512345. വിഷു ആഘോഷങ്ങളുമായി വീണ്ടും ചേരാം. കൊന്നപ്പൂത്താലത്തിലേക്ക് വീണ്ടും സ്വാഗതം. വിഷു ആഘോഷത്തിൽ മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഗാനം കണി കാണും നേരം. ഗാനം ആലപിക്കുന്നത് ശ്രീദീപ മുരളീധരൻ, ദർശന സുധീഷ്. കണി കണ്ടുണർന്ന സുഖം പാട്ട് കേട്ടപ്പോൾ
തീർച്ചയായും. കാരണം ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ അലങ്കൃതമായിട്ടുള്ള ആ ഒരു വിഗ്രഹമാണ് നമ്മുടെ മനസ്സിൽ എങ്ങനെ കുടികൊണ്ട് നിൽക്കുകയാണ്. എന്തായാലും ഈ കൊച്ചു കലാകാരിക്കും അതുപോലെ തന്നെ ശ്രീദേവി മുരളിക്കും വളരെയധികം അഭിനന്ദനങ്ങൾ. വളരെ നമുക്കൊരു കൃഷ്ണനെ കാണിച്ച ആ ഒരു കണി കണ്ട ആ ഒരു എഫക്റ്റ് തന്നെ നമ്മുടെ മനസ്സിൽ പ്രേക്ഷകർക്കും ഉണ്ടായി എന്ന് ഞങ്ങൾ കരുതുന്നു. ഇനി ദേവാസുരം സിനിമയിലെ മേടപ്പൊന്നണിയും കൊന്ന പൂക്കണിയായി പാട്ടുമായി എത്തുന്നു മുരളീധരൻ സർ. മേടപ്പൊന്നണിയും കൊന്ന പൂക്കണിയായി പീലിക്കാവുകളിൽ താലപ്പൂപ്പൊലിയായി. മേടപ്പൊന്നണിയും കൊന്ന പൂക്കണിയായി പീലിക്കാവുകളിൽ താലപ്പൂപ്പൊലിയായി. തങ്കത്തേരിലേറും കുളിരന്തിത്താരകങ്ങൾ വരവർണ്ണ ദീപരാജിയായി. മേടപ്പൊന്നണിയും കൊന്ന പൂക്കണിയായി പീലിക്കാവുകളിൽ താലപ്പൂപ്പൊലിയായി. ശ്യാമതീരങ്ങളിൽ പുതു കൗതുകം പൂത്തുവോ. ഇനി ലാസ്യകലയിൽ 100 പുളകം പൂക്കൾ വിതറും ആലോലം അസുലഭം. തത്തിരികിട് തളാങ്ക് തരികിട് തത്തിരികിട് തളാങ്ക് തരികിടുതോ ദിരിടുതോം ദിരിടോം. നിസ നിസ ഗപ ഗപ ധനി ധനി റിപ റിപ ഗസ നിധ പമ ഗരിസ. മേടപ്പൊന്നണിയും കൊന്ന പൂക്കണിയായി പീലിക്കാവുകളിൽ താലപ്പൂപ്പൊലിയായി. ഭാവഗീതങ്ങളിൽ നവനാദ സൗന്ദര്യമായി പുലരും ജീവകലയിൽ നമ്മളലിയും പുണ്യനിമിഷം ആനന്ദം അനുപമം. തത്തിരികിട് തളാങ്ക് തരികിട് തത്തിരികിട് തളാങ്ക് തരികിടുതോ ദിരിടുതോം ദിരിടോം. നിസ നിസ ഗപ ഗപ ധനി ധനി റിപ റിപ ദസ നിധ പമ ഗരിസ. മേടപ്പൊന്നണിയും കൊന്ന പൂക്കണിയായി പീലിക്കാവുകളിൽ താലപ്പൂപ്പൊലിയായി. തങ്കത്തേരിലേറും കുളിരന്തിത്താരകങ്ങൾ വരവർണ്ണ ദീപരാജിയായി. മേടപ്പൊന്നണിയും കൊന്ന പൂക്കണിയായി പീലിക്കാവുകളിൽ താലപ്പൂപ്പൊലിയായി. ദേവാസുരത്തിലെ അതിമനോഹരമായ ഗാനം നമുക്ക് സമ്മാനിച്ചത് മുരളീധരൻ സാറും ശ്രീദീപ ടീച്ചറും. വളരെ മനോഹരമായിട്ട് നമ്മൾക്കൊരു വിഷുവിനെ
നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചു. മേടപ്പൊന്നണയും കൊന്നപ്പൂക്കളുമായി. എന്തായാലും ഇത് ആലപിച്ചിട്ടുള്ള മുരളീധരനെയും ശ്രീദേവിയെയും വളരെയധികം അഭിനന്ദനങ്ങൾ. താങ്ക് യു. ഇന്നത്തെ ആഘോഷങ്ങളെക്കാളും മലയാളികളുടെ ഉള്ളിൽ എന്നും നിറഞ്ഞു നിൽക്കുന്നത് ബാല്യകാല ഓർമ്മകളാണ്. വിഷുവും ഓണവും മറ്റെന്താഘോഷവും മലയാളികൾക്ക് പ്രിയം തന്നെ. ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ചുകൊണ്ടാണ് ഓരോ ആഘോഷവും കടന്നു പോകുന്നത്. ധന്യ പറഞ്ഞ പോലെ തന്നെ തീർച്ചയായും നമ്മുടെ കുട്ടിക്കാലവും നമ്മുടെ ബാല്യകാല ഓർമ്മകളുമാണ് നമ്മളെ എല്ലാ ആഘോഷങ്ങളും നമ്മളെ വലിയ ഓർമ്മ ആക്കുന്നത്, വലിയൊരു ധന്യ മുഹൂർത്തങ്ങളായിട്ട് മാറുന്നത്. പ്രത്യേകിച്ച് കുട്ടികൾക്ക്, ഈ പ്രായത്തിലുള്ള കുട്ടികൾക്കൊക്കെയാണ് അവരുടെ ഈ ബാല്യകാലം വളരെയധികം ആസ്വദിച്ചുകൊണ്ടും ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ നേരിട്ട് അനുഭവിച്ചുകൊണ്ടും അവർ ആസ്വദിക്കുകയാണ് ഈ ഒരു അനുഭവങ്ങളെല്ലാം തന്നെ. പ്രത്യേകിച്ച് നേരത്തെ ഞാൻ വിഷുവിൻ്റെ ഐതിഹ്യം പറഞ്ഞ പോലെ തന്നെ ബാല്യകാല ഉണ്ണിക്കണ്ണനെ കാണാനാണ് ഓരോ കുട്ടിയും ആഗ്രഹിക്കുന്നത്. ആ കുട്ടിയുടെ ഒരു മനസ്സിന് അനുഭവങ്ങളാണ് ഈ വിഷു എന്ന് പറയുന്ന ഒരു വലിയ ഐതിഹ്യത്തിലേക്ക് നമ്മൾ എത്തിച്ച കണിക്കൊന്ന എന്ന് പറയുന്ന വലിയൊരു മഹത്തായ ഒരു ഐതിഹ്യത്തിലേക്ക് എത്തിച്ചത്. അപ്പോൾ നമ്മുടെ ബാല്യകാല ഉണ്ണിക്കണ്ണനെ സ്മരിച്ചുകൊണ്ട് നമ്മുടെ കൊച്ചു കലാകാരി ദർശന സുധീഷ് മഴ മുകിലൊളി വർണ്ണൻ ഗോപാലകൃഷ്ണൻ്റെ എന്ന് തുടങ്ങുന്ന ഒരു ഗാനം ഇവിടെ ആലപിക്കുകയാണ്.
വിഷുസദ്യയുടെ കൂടെ ഒരു നല്ലൊരു പാൽപ്പായസം കുടിച്ച ഫീലിങ്ങോട് കൂടിയാണ് ദർശനയുടെ പാട്ട് നമ്മൾ ആസ്വദിച്ചത്. തീർച്ചയായും ധന്യ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ ഒരു വലിയ ആഗ്രഹമാണ് ഉണ്ണിക്കണ്ണൻ നമ്മുടെ കളിക്കൂട്ടുകാരനായിട്ട് നമ്മുടെ മുന്നിലെത്തുന്നത്. അതിൻ്റെ അതേ എഫക്റ്റോട് കൂടി തന്നെ ദർശന സുധീഷ് നല്ലൊരു ഗാനം ആലപിച്ചു. നമ്മുടെ വിഷു ആഘോഷങ്ങൾ അവസാനിക്കുന്നില്ല. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരിച്ചു വരാം. Explore and enjoy every moment of your life with our tourist destination Nila Boat Club. നിളയുടെ തീരങ്ങളെ തഴുകി ചെറുതുരുത്തി നില ബോട്ട് ക്ലബിൽ ആസ്വദിക്കാം സായാഹ്നവേളകൾ. റിവർ സഫാരിക്കായി രാവിലെ 8 മുതൽ വൈകിട്ട് 7 മണി വരെ കയാക്കിംഗ്, ബോട്ടിംഗ്, വഞ്ചി സഫാരി, സ്വാൻ പെഡൽ സർവീസുകൾ. രുചി വൈവിധ്യങ്ങളുമായി വെജ്, നോൺ വെജ് ഭക്ഷണത്തോടൊപ്പം ജ്യൂസ്, സ്നാക്സ്, കൂൾ ഡ്രിങ്ക്സ് തുടങ്ങിയ ഭക്ഷണ വിഭവങ്ങളുമായി വിപുലമായ ഫാമിലി റെസ്റ്റോറന്റ് സൗകര്യം. വിനോദത്തിനായി കിഡ്സ് പാർക്ക്, പ്ലേ ഗ്രൗണ്ട്, ഹോഴ്സ് റൈഡിംഗ്, വാട്ടർ പൂൾ, ബാഡ്മിന്റൺ കോർട്ട്, ഗസീബോ, ഓപ്പൺ ഇവന്റ്സ്, വാക്ക് വേ, ഓപ്പൺ ഏരിയ ഫംഗ്ഷനുകൾക്കുള്ള സൗകര്യവും ഒരുക്കിക്കൊണ്ട് ചെറുതുരുത്തിയിൽ വള്ളത്തോളിന്റെ മണ്ണിൽ പഴയ കലാമണ്ഡലത്തിന് സമീപം നില ബോട്ട് ക്ലബ്. ഫോൺ 9866 493434 9676 512345. വിഷു ആഘോഷങ്ങളുമായി വീണ്ടും ചേരാം. കൊന്നപ്പൂത്താലത്തിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ജയശ്രീ ടീച്ചറിലേക്ക് തിരിച്ചു വരാം. അവർ നല്ലൊരു ഗായിക കൂടിയാണ്, അതോടൊപ്പം തന്നെ ഓട്ടംതുള്ളൽ കലാകാരികളാണ്. ഓട്ടംതുള്ളൽ എന്ന് പറയുന്ന ഈ ഒരു കല തന്നെ നർമ്മത്തിൻ്റെ ഭാഷയിൽ കഥ അവതരണം ചെയ്യുന്ന ഒരു രീതിയാണ്. വലിയൊരു ഓട്ടംതുള്ളൽ കലാകാരിയാണ്, ഓട്ടംതുള്ളൽ കലാകാരൻ്റെ മകൾ കൂടിയാണ്. ഒരു ഓട്ടംതുള്ളൽ നമുക്കെല്ലാവർക്കും ആസ്വദിക്കാം ഈ ഒരു സമയത്ത്. ഓട്ടംതുള്ളൽ എന്ന് പറയുമ്പോൾ എപ്പോഴും മുന്നിലിരിക്കുന്ന എല്ലാവരും തന്നെയാണ് കഥാപാത്രങ്ങളായിട്ട് വരിക. അവരെ എപ്പോഴും കളിയാക്കിക്കൊണ്ടും. അപ്പോൾ ആദ്യമായി കുഞ്ചൻ നമ്പ്യാർ എഴുതിയ കല്യാണ സൗഗന്ധികം എന്ന ഓട്ടംതുള്ളലിലെ 4 വരി ചൊല്ലാം. നോക്കടാ നമ്മുടെ മാർഗേ കിടക്കുന്ന മർക്കടാ നീയെങ്ങോ മാറിക്കിടാശടാ. എപ്പോഴും നമ്മളെ മുന്നിലിരിക്കുന്ന കഥാപാത്രങ്ങളെ എപ്പോഴും കളിയാക്കിക്കൊണ്ടുള്ളത്. നോക്കടാ നമ്മുടെ മാർഗേ കിടക്കുന്ന മർക്കടാ നീയങ്ങു മാറിക്കിടാശട. ദുർഘട സ്ഥാനത്തു വന്നു ചെയ്യിപ്പ നിനക്കടാ തോന്നുവാൻ എന്തടാ സംഗ്. നാട്ടിൽ പ്രഭുക്കളെ കണ്ടാലറിയാത്ത കാട്ടിൽ കിടക്കും മൂളിക്കുരങ്ങുൻ, കാട്ടിൽ കിടക്കുന്ന മൂളിക്കുരങ്ങുൻ. ഒട്ടും വകതിരിവില്ലാത്ത വല്ലാത്ത കൂട്ടത്തിൽ വന്നു പിറന്നു വളർന്നു. ചട്ടത്തിൽ നിന്നും പിഴച്ചുപോയോ നിന്റെ കൂട്ടത്തിൽ മറ്റാരുമില്ലാത്തതെന്ത, കൂട്ടത്തിൽ മറ്റാരുമില്ലാത്തതെന്ത. പെട്ടെന്നെഴുന്നേറ്റു പോകാകിലാപ പെട്ടിയിടുമെന്നു ധരിക്ക നീ വാനര, പെട്ടിയിടുമെന്നു ധരിക്ക നീ വാനര. ഡോക്ടറെ, നമുക്ക് ഓട്ടംതുള്ളൽ എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്ന വരികൾ ഇതാണ്: ഓട്ടംതുള്ളലിൽ പലതും പറയും അതുകൊണ്ടാർക്കും പരിഭവം. ഇത് കല്യാണ സൗഗന്ധികത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഓട്ടംതുള്ളലിലെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ആ ഒരു ഭീമൻ വരികയും അതുപോലെ തന്നെ അവിടെ ഹനുമാന്റെ വാല് കണ്ടപ്പോൾ അവിടെ ഹനുമാനോട് ആക്രോശിക്കുന്നു. ഇത് ഓട്ടംതുള്ളലിൽ നല്ല നല്ല ധാരാളം ഇതിലേറെ ഹാസ്യരൂപേണുള്ള ഒരുപാട് ഇതുണ്ട്. നളചരിതത്തിൽ ഞാൻ ഓട്ടംതുള്ളൽ കലാകാരനായിരുന്നു. എനിക്ക് വലിയൊരു കഥ അവതരിപ്പിക്കാനുള്ള അതെങ്കിൽ എനിക്ക് സാധിച്ചുള്ളൊരു വ്യക്തി കൂടിയാണ്. അതിൽ നമ്മുടെ നായർ വിശന്നു വലഞ്ഞു വരുമ്പോൾ കായക്കഞ്ഞിക്കരിയിട്ടില്ല, ആയതു കേട്ടു കലമ്പിച്ചില കലമായുധമുടനെ കാട്ടിലെറിഞ്ഞു, അച്ചികളോടു കലമ്പിച്ചില കലമിച്ചിലിട്ടു തകർക്കണ കണ്ടു, ഇല്ലം കൊണ്ടെന്നവളെ തല്ലി പല്ലു തകർക്കണ പൊങ്ങച്ചാരുടെ തള്ള കയർത്തു ഉരുളയ്ക്കയെടുത്ത് ചെള്ളയ്ക്കൊന്നു കൊടുക്കണ കണ്ടു, അതുകൊണ്ടരിശം തീരാഞ്ഞിട്ടവൻ പുരയുടെ ചുറ്റും മണ്ടി നടന്നു. അപ്പോൾ ഒട്ടനവധി ഹാസ്യപ്രധാനമുള്ള അല്ലെങ്കിൽ തന്നെ സീരിയസ് ആയിട്ടുള്ള അന്നത്തെ കാലഘട്ടത്തിലെ ഓരോ വ്യക്തികളെയും മനസ്സിൽ അല്ലെങ്കിൽ അദ്ദേഹം മോൾഡ് ചെയ്തിട്ടാണ് ഓട്ടംതുള്ളൽ എന്ന് കുഞ്ചൻ നമ്പ്യാർ നമ്മുടെ ഈ ഒരു തുള്ളൽ സാഹിത്യ കലയിലേക്ക് നമുക്ക് സംഭാവന ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു അവസരത്തിൽ ഈ ഒരു വിഷു കാലഘട്ടത്തിൽ നമ്മുടെ മഹാകവി കുഞ്ചൻ നമ്പ്യാരെ നമുക്ക് സ്മരിക്കാം. പ്രേക്ഷകരെ കൂടി ഉൾപ്പെടുത്തുന്ന ഒരു കലാരൂപമായതുകൊണ്ട് ഏവരും രസിക്കുന്ന ഒരു കലാരൂപമാണ് ഓട്ടംതുള്ളൽ. അത് നല്ല ഭംഗിയായിട്ട് ടീച്ചർ അവതരിപ്പിച്ചു തന്നു. നമുക്ക് അതിൻ്റെ ഒരു അവതരണ ശൈലിയല്ല, അത് കാരണം നമുക്ക് പാട്ടിലൂടെ മാത്രമേ നമുക്ക് അവതരിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ.
എന്തായാലും വളരെയധികം നന്ദി. ചേലക്കരയുടെ പ്രകൃതി ഭംഗിയും സംസ്കാരവും ചരിത്രവും കോർത്തിണക്കിക്കൊണ്ട് ചേലക്കരയ്ക്ക് വേണ്ടി ഒരു ഗാനം പാടുന്നത് ചേലക്കരയുടെ സ്വന്തം ഗായകർ. CCVയുടെ ടൈറ്റിൽ സോങ് ചേലക്കര നാട്. ഡോക്ടർ ഉണ്ണികൃഷ്ണൻ രചനയും സംവിധാനവും ആലാപനവും ചെയ്ത ചേലക്കര നാടിൻ്റെ വിശേഷങ്ങളിലേക്ക്.
ചേലുള്ള ചിന്തുകൾ ചാലിച്ചെഴുതിയ നാടേ. പവിത്ര പാവന പുണ്യമീ നാടേ. ചേലുള്ള ചിന്തുകൾ ചാലിച്ചെഴുതിയ നാടേ. പവിത്ര പാവന പുണ്യമീ നാടേ. ശ്രീമൂലം തിരുനാളിൽ തിരുമുറ്റത്തെത്തി ഞങ്ങൾ ഹരിശ്രീ കുറിച്ച ഹരിതമിനാടേ. ചെറുപുഷ്പക്കുരുന്നുകൾ ഞങ്ങൾ കർത്താവിനി പുണ്യനാടേ. ചേലക്കര നാടേ, ചേലക്കര നാടേ. നരസിംഹമൂർത്തിയും വെങ്ങാനല്ലൂർ ശിവനും അന്തിമഹാകാളനും മാരിയമ്മൻ തായയും ചന്ദനക്കുടമേന്തി നേർച്ച കാണുന്ന നാടേ. പെരുന്നാളലങ്കരിക്കും പെരിയ നാടേ. മഹാന്മാർക്കു മഹിമ നൽകിയ നാടേ. വന്നവർക്കാദിത്യമേകിയ നാടേ. ചേലക്കര നാടേ, ചേലക്കര നാടേ. കളപ്പാറ ചോലയും പരക്കാടിൻ തെളിമയും തോനൂർക്കരയിൽ വാണരുളും ഏമൂർ ഭഗവതി ദേവിയും മുരുകനും വടശ്ശേരി കണ്ണനും കുറുമലക്കാടയണിയും തലമുറിയൻ തേവരും യാഗഭൂമിയെ തൊട്ടു നിൽക്കും ഈ പുണ്യനാടേ. പേരാറ്റുവീഥിയെന്ന നാടേ. സംഭവർക്കായി വേല കൂടണ നാടേ. കാളവേല തൻ കേളിയാടും നാടേ. ചേലക്കര നാടേ, ചേലക്കര നാടേ. ചേലുള്ള ചിന്തുകൾ വാലിച്ചെഴുതിയ നാടേ. ചേലക്കര നാടേ. പവിത്ര പാവന പുണ്യമീ നാടേ. ചേലക്കര നാടേ, ചേലക്കര നാടേ. ചേലക്കര നാടേ, ചേലക്കര നാടേ. ചേലക്കര നാടേ, ചേലക്കര നാടേ.
എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ വിഷു ഈസ്റ്റർ ആശംസകൾ.